ഇന്ന് നമുക്ക് തായ്ലൻഡിലൊരു വെറൈറ്റി ട്രെയിൻ യാത്ര കണ്ടാലോ? അതിനുവേണ്ടി ഞാൻ യാസിനിക്ക് ആദ്യം തന്നെ ബൈക്ക് ടാക്സി എടുത്ത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി വിട്ടു. വലിയ റോഡാണെങ്കിലും ചെറിയ റോഡാണെങ്കിലും തായ്ലൻഡിലെല്ലാം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനെത്തി ടിക്കറ്റും എടുത്ത് യാസിനിക സൈഡിൽ കൂടെ വ്ലോഗും ചെയ്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി. കുറച്ച് ബോഗി മാത്രമുള്ള കുഞ്ഞു ട്രെയിനാണിത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് പോയിന്റായ മഹാച്ചായ് സ്റ്റേഷനെത്തി. ഇവിടുന്ന് ഇനി ഫെറി എടുത്ത് വേണം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. സോ നമ്മൾ ടിക്കറ്റ് എടുത്ത് ചാടി ബോട്ടിൽ കയറി. 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ അപ്പുറം എത്തി. തിരിഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത പോയിന്റായ ബാൻലിയം റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഉള്ളത് പറയാമല്ലോ, നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ്സ് ആണ് ഇവിടുത്തേത്. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനുകൾ പോലെ വലിയ തിരക്കുള്ള സ്റ്റേഷനുകളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഒരു പെപ്സി മേടിച്ച് നമ്മളും ട്രെയിൻ കയറി. ട്രെയിൻ എടുത്തതും ചെക്കർ വന്ന് എല്ലാവരുടെയും ടിക്കറ്റ് വെരിഫൈ ചെയ്യും. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഏകദേശം കേരളം പോലൊക്കെ തോന്നും. പക്ഷേ നമ്മൾ കൈയൊന്നും വെളിയിലിട്ടാൽ നമ്മുടെ കൈ വീടിൻ്റെ മേൽക്കൂരയിൽ തട്ടും. അത്ര ക്ലോസ് ആയിട്ടാണ് ഇവിടെ ട്രെയിൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മേക്ലോങ് സ്റ്റേഷനെത്തി. ഇവിടെ ട്രാക്കിൻ്റെ 2 സൈഡിലും കടകളാണ്. പോരാത്തതിന് ആളുകൾ ട്രെയിനിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ 2 സൈഡിലും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുമുണ്ട്. ഇങ്ങനെ ട്രെയിനിലിരുന്ന് പോകുമ്പോൾ നമുക്കൊരു രാജകീയ ഫീലാണ് കിട്ടുന്നത്. കാരണം എല്ലാവരും നമ്മുടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് പോലെ തോന്നും. അങ്ങനെ കാഴ്ചക്കാർക്കെല്ലാം ഡാറ്റയും കൊടുത്ത് നമ്മൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്തി. ദിവസം 8 പ്രാവശ്യമാണ് ഇതുവഴി ഇതുപോലെ ട്രെയിൻ കടന്നു പോകുന്നത്. ഓരോ തവണ ട്രെയിൻ കടന്നു പോകുമ്പോഴും അവർ സാധനങ്ങൾ ട്രാക്കിൽ നിന്ന് സൈഡിലേക്ക് മാറ്റും. ഇത് തീർച്ചയായും എല്ലാവരും തായ്ലൻഡിൽ വന്നിരിക്കുമ്പോൾ ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ട്രെയിൻ സ്റ്റേഷനിലെത്തിയത് എല്ലാ ആളുകളും ചാടി കയറി അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായി. അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം കുറച്ചു നേരം കറങ്ങി നടന്നൊരു കരിക്കും കുടിച്ച് ബസ്സും കയറി നേരെ ബാങ്കോക്കിലേക്ക് വിട്ടു. അപ്പം നാളെ കാണാം.